ചോര കണ്ടറപ്പ് വരെയാണ്. ഹലോ കടികളെ, ഇതിപ്പോ എന്തുണ്ടായി ഞാൻ വഴിയെ പറഞ്ഞിട്ടോ. അപ്പൊ നോക്കിയിരുന്നോട്ടോ. അപ്പൊ അങ്ങനെ രാവിലെ നമ്മള് നേരത്തെ നീറ്റിട്ടോ. നമുക്ക് തൃശ്ശൂര് വരെ ഒന്ന് പോവാണ്ടിട്ടോ. നമുക്കൊരു ചെറിയൊരു പരീക്ഷ ഉണ്ട്. അപ്പൊ അത് എഴുതാനായിട്ട് നമ്മൾ രാവിലെ തന്നെ നേരത്തെ നീറ്റിട്ട് പോണത്. പിന്നെ മഴക്കാലം തുടങ്ങിയില്ലേ, അതുകൊണ്ട് കുളമ്പോഴൊക്കെ നോക്കി റോട്ടിക്ക് മാറ്റിട്ടോ. എന്താ ചെയ്യാ, കേരളത്തിന്റെ ഓരോ പുരോഗമനം. ഇന്നെന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ. ഇല്ലാണ്ട് മഴയൊന്നും പെയ്യണില്ല. ഇനിയിപ്പോ നമുക്ക് റോഡ് ക്രോസിംഗ് ചടങ്ങാട്ടോ. ഇനിയിപ്പോ ഇവിടെ അപ്പുറത്തേക്ക് ചടപ്പോ അതിന്റെ ഓടനെ തിരുത്തിലാട്ടോ ഞാൻ നിൽക്കണം. ഞാൻ രാവിലെ ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ 7 മണി 7 ആകുമ്പോ റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ കുറെ നേരം എയർപോർട്ടിൽ കാത്തിരുന്ന് നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ പരീക്ഷ യൂണിഫോം ഇട്ടിട്ട് കഴിഞ്ഞിട്ട് എന്റെ ക്ലാസ്സിക്ക് പോയാലാന്നാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ് പറയണത്. പക്ഷെ കാലാവസ്ഥ എന്റെ എതിര് നിൽക്കണമെന്നാണ് എനിക്ക് ഡൗട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ലാട്ട പോണത്, എന്റെ അമ്മയും കൂടി ഉണ്ട്. അങ്ങനെ തൃശ്ശൂർ ശക്തനെത്തി നമ്മൾ ഓട്ടം വിളിച്ച് നേരെ പരീക്ഷ എന്തായാലും എട്ടിയ ടൈം ഭയങ്കര ഷാർപ്പായി. അതുകൊണ്ട് നമ്മൾ നേരെ പരീക്ഷ അങ്ങനത്തെ കുറെ നേരത്തെ കാത്തിരിപ്പിച്ച് നമ്മൾ സാഹസ്യമായി പരീക്ഷ അങ്ങോട്ട് ഫിനിഷ് ആയി. പരീക്ഷ സുഖമായിട്ട് ഇത്, പക്ഷെ എന്റെ വയറത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ട് നല്ല മഴയല്ല. അതുകൊണ്ട് എന്റെ കുട പെട്ടെന്ന് ഒടിഞ്ഞിട്ടാ. ഇനിയിപ്പോ എങ്ങനെയാണോ കുടയും കൊണ്ട് ചൂടി പോവാ ഒക്കെ അഡ്ജസ്റ്റ്. ഞാനും ആണെങ്കിൽ ATS സെന്റർ തപ്പി പോവുക. അങ്ങനെ ഫൈനൽ ATS സെന്റർ കിട്ടി. പക്ഷെ അത് തുറന്നില്ല കേട്ടോ. അവിടെ കറണ്ട് പോയി, തൃശ്ശൂര് ഫുള്ളും കറണ്ട് പോയി. അങ്ങനെ ഫൈനൽ നമ്മൾ ബ്ലോക്കിന്റെ ഇടക്കൂടെ ചീറിയും പാഞ്ഞ് പോയി നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട്. സോറി കേസ് തെറ്റിദ്ധരിക്കരുത്, ജെറ്റ് നമ്മളെ സാധാരണ. അങ്ങനെ നമ്മൾ ATS സെന്റർ ഇതിപ്പോ ഏതാണ്ട് ഹിമാലയയിലൊക്കെ പോലെ. നിങ്ങളെ നോക്കിട്ട് പറയാം എന്തുട്ട കഥ. എന്തായാലും ആവശ്യമുള്ള ടൈമിൽ ഇത്ര തടപ്പുണ്ടാവില്ല. ഇനിയാണ് ഇപ്പൊ ആരംഭിക്കാൻ പോണ കഥകള്. ഇപ്പൊ നേരിട്ട് നോക്കിയിരുന്നോട്ടെ. ഞാൻ വീട്ടിൽ ചെന്നപ്പടെ പിള്ളേരെ വിളിച്ചിട്ട് പറയാ വാടമച്ചാനെ ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ പഴയ ഒരു വലിയൊരു കളിക്കാരായിരുന്നേ. ഞാൻ പൊക്കി പറയാ ഞാൻ തന്നെട്ടാ, വേറെ അല്ല. നോക്കിയിരുന്ന കിടന്ന് കളിക്കുന്ന സേവുണ്ട്. എന്തൊരു കിടന്ന് കാണിക്കണം, ഓരോന്ന് കാണിക്കുന്ന എനിക്ക്. ഞങ്ങളാണെങ്കിൽ സമാധാനമായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ കാര്യം സംഭവിച്ചത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹെഡ് ചെയ്ത് വേറൊരു തലമേ പോയി. അപ്പൊ പെട്ടെന്ന് പൊട്ടിത്തട്ട ചെറിയ പരിക്കാണ്. ഇവനാണെങ്കിൽ അറിയില്ല ചെയ്യേണ്ടി. ഇവനാണെങ്കിൽ ഡബിൾ ഹാപ്പി. നീ പേരും പറഞ്ഞ ക്ലാസ്സിൽ പോകണ്ടല്ലോ. ഇത്രയും മനോഹരമായിട്ട് പരിക്കുണ്ടാക്കിയ വ്യക്തി ആരെന്നറിയോ? ദൈവം കിട്ടിയാൽ വന്ന പടവും പറയാം വീഡിയോ എടുക്കാൻ. വീഡിയോ എടുത്ത് അങ്ങനെ കളി കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കട്ടെ. അവന്റെ വീഡിയോ മാത്രമല്ല തല കാണിക്കണം. നമ്മുടെ ക്യാമറയ്ക്കും തല കാണിക്കാത്ത കെട്ടിയായിട്ട് നിൽക്കണതൊക്കെ എന്താ ചെയ്യാ ഇങ്ങനത്തെ ഓരോ കെട്ടികള്. അപ്പൊ ശരി, എന്നാ അപ്പൊ അടുത്തൊരു വ്ലോഗായിട്ട് കാണട്ടെ. പിന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടാ.